ഇപ്പോൾ ശ്രീ രജൻ ഉണ്ണിത്താൻ, ഇവിടെ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ സർക്കാർ നടത്തിയ ഇത്തരം അഴിമതികളുടെ പ്രതിഫലനമാണ് ജനങ്ങൾ അത് ജനവിധിയിലൂടെ അവർ പ്രകടിപ്പിച്ചത്. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് UDF-ഉമാണ്, പ്രത്യേകിച്ചും കോൺഗ്രസുമാണ്. കോൺഗ്രസ്സിലെ മാത്യു കുഴൽനാടൻ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടം നടത്തിയത്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് BJP-യിലെ അഡ്വക്കേറ്റ് ഷോൺ ജോർജും. ഇവർ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ED-യുടെ ഈ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ മാത്യു കുഴൽനാടൻ ഏകപക്ഷീയമായ ചില നിയമ പോരാട്ടങ്ങൾ നടത്തിയതൊഴിച്ചാൽ ഈ വിഷയത്തിൽ ഈ പ്രത്യേകിച്ചും CMRL അല്ലെങ്കിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്ത് പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്ത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? എന്ത് തരത്തിലുള്ള സമരങ്ങൾ നിങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തി? ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നതൊഴിച്ചാൽ പ്രകടമായ ഒരു സമരവും നിങ്ങൾ ഇതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരെയോ പിണറായി വിജയൻ സർക്കാരിനെതിരെയോ നിങ്ങൾ ഒരു സമരവും നടത്തിയിട്ടില്ല. നിങ്ങൾ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, ചാനലുകളിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് ഘോരഘോരം സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതല്ലേ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഇക്കാര്യത്തിലുള്ള ഇപ്പോഴത്തെ ഈ നിലപാട്? കാരണം ED അന്വേഷണം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് വന്ന ആ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിലായിരുന്നു. മാധ്യമങ്ങൾ പലതവണ അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തിരികെ കൊച്ചിയിലെത്തി, ഒന്നും മിണ്ടിയില്ല. തിരികെ വീട്ടിലെത്തി, മാധ്യമങ്ങളെല്ലാം ചുറ്റും നിന്നു, കാമാന്നൊരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിലപാടില്ല, അങ്ങനെയല്ലേ ശ്രീ രജൻ ഉണ്ണിത്താൻ? നോക്കൂ വിനോദ്, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളും എത്രത്തോളം സമരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളത് താങ്കൾ ജനൻ ടിവിയുടെ തന്നെ ലൈബ്രറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിയമപരമായ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംവിധാനമില്ല, പാർട്ടി പ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ സമ്മതമില്ലാതെയാണ് എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ്? താങ്കൾ എന്ത് ഇതിലാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് കരിമണ കർത്തയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സംവിധാനത്തിന്റെ പേരിൽ എല്ലാ ഇടങ്ങളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും ഒക്കെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ VD സതീശൻ പല മാധ്യമ പ്രസ് മീറ്റുകളിലും ആരോപണങ്ങളായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആര് പറഞ്ഞു? മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഈ പിണറായി വിജയനെയോ മകളെയോ സംരക്ഷിച്ചു പോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കള്ളം ചെയ്തത് ആരായാലും, ഈ അഴിമതി കാണിച്ച ആരായാലും അവരെ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം അല്ലെങ്കിൽ UDF സംവിധാനം എന്നുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന മടിയിൽ കനം വെച്ചുകൊണ്ട് നടക്കുന്ന ആരെയാണെങ്കിലും അവരെ മുഖ്യധാരയിലേക്ക്, ആ പ്രതികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്, അഴിമതിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് പ്രസ്ഥാനം പോകുന്നത്. ഇവിടെ ഞങ്ങളാണ് ഇതിനുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്, അല്ലാതെ വേറൊരു പാർട്ടിയെ ഞങ്ങൾ അവിടെ ആരെയും കണ്ടില്ല. പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഭരണം അത് ജനവിരുദ്ധ ഭരണമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഫലമായിട്ടാണ് ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തത്. അത് കോൺഗ്രസിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. UDF-നോടുള്ള വിശ്വാസം കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തത്. ആ രീതിയിലാണ് ഇത്രയും വലിയ വിജയം കേരളത്തിലെ കോൺഗ്രസിന് നേടുന്നത്. പിന്നെ വെമ്പായ നസീർ അതിന് മുമ്പ് എനിക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. വെമ്പായ നസീർ കൊലീബി സഖ്യമൊക്കെ പറഞ്ഞ് പോകുന്നത് കണ്ടു. എവിടെയാണ് സാർ ഈ പറയുന്ന കൊലീബി സഖ്യം ഉണ്ടായത്? ഈ ED-യുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തല്ലോ, അവരെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പോയല്ലോ. ഞങ്ങളാരും ഈ പറയുന്ന ED-യെ പിടിച്ചു നിർത്തുവാനോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കുവാനോ ഇഷ്ടിക വാങ്ങിച്ച് തല്ലിപ്പൊട്ടിക്കുവാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങള് അത് നിയമപരമായി ഇപ്പോൾ ED-യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും മടിയിൽ കനമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ആരും ഉപ്പ് തിന്നാത്തവരായതുകൊണ്ടും ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തുറന്ന അഭിപ്രായം പറയാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വില കുറഞ്ഞ ആരോപണങ്ങളുമായി വരരുത്. നിങ്ങൾ കാണിച്ചത് എന്താണ്? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, അതായത് വീണ താമസിക്കുന്ന വീട്ടില് റെയ്ഡിന് വന്ന ED ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി സംവിധാനം ഉപയോഗിച്ച് അഴിമതിക്കാരികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള രീതിയിലേക്കുള്ള സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണ്? നിങ്ങൾ ഈ പറയുന്ന ആളുകളെ വീണ്ടും
ഇത്രയും വലിയ തോൽവി കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ, സാധാരണക്കാരെ പരിഹസിക്കുന്ന രീതിയിൽ വീണ്ടും അഴിമതിക്കാരെയും ഈ സ്വജനപക്ഷക്കാരെയും അഴിമതി നടത്തിയവരെയൊക്കെ കൂട്ടുപിടിക്കുന്ന രീതിയിലേക്ക് CPM പോലെ ഒരു പാർട്ടി പോകുമ്പോൾ അതിന്റെ ഘടകകക്ഷിയുടെ നേതാവായിട്ടുള്ള താങ്കൾ പോലെയുള്ളവരൊക്കെ അതിനെ തള്ളിപ്പറയാതെ അതിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള അഭിപ്രായം പറഞ്ഞു പോകുന്നത് ശരിയല്ല. അവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഡീലൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ പിണറായി വിജയന്റെ മകളുടെ പേരിലാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നലെയും അല്ലെങ്കിൽ 29-ാം തീയതിയും ഈ പറയുന്ന ED വിളിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ മകളെയാണ്. ആ മകളെയാണ് അന്വേഷണ SFIയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ടത് പിണറായി വിജയന്റെ മകളാണ്. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരെ കയ്യിൽ വെച്ച് ഭരിച്ചുകൊണ്ട് പോയിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട് പോകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണങ്ങൾ നേരിട്ട് പോകൊണ്ടിരിക്കുന്നവരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് ശബരിമല കേസിൽ നടന്നിട്ടുള്ളത്. ശബരിമല കൊള്ള കേസിലും ഇതേപോലെ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കെതിരെ ഇത്രയും വലിയ ജനരോക്ഷം കേരളത്തിൽ ഉണ്ടായത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. അതിനിടയ്ക്കിലേക്ക് ഈ പറയുന്ന രീതിയിൽ കൊലീബി ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ എന്നും സംഘപരിവാർ ശക്തികൾക്കും ഈ പറയുന്ന BJP ഗവൺമെന്റിനും ഒക്കെ എതിരെ പോരാടുന്ന പ്രസ്ഥാനമായി കോൺഗ്രസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പോലും പല സംസ്ഥാനങ്ങളിലും സീറ്റും ഒക്കെ വാങ്ങിച്ചു പോയിക്കൊണ്ടിരുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനുവേണ്ടി കോൺഗ്രസിനെ വിമർശിച്ച് മുന്നോട്ട് പോകണ്ട. നിങ്ങളെ ആളുകളെ സംരക്ഷിക്കുന്നത് അത് അഴിമതിക്കാരെ സംരക്ഷിച്ചു പോകുന്ന നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ആ നിലപാട് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പറയുന്ന AKSന്റെ കൂടി വീണയെ തള്ളിപ്പറയുവാൻ അല്ലെങ്കിൽ വീണയുമായി സംരക്ഷണം ഒരുക്കുന്നില്ലല്ലോ. ആ രീതിയിലേക്ക് മുൻപ് പോയിരുന്നെങ്കിൽ ഈ പറയുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതി നിങ്ങൾ പോയാൽ നിങ്ങളുടെ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കും. എങ്ങും ഇന്ത്യയിലെങ്ങും ഭരണമില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു പ്രസ്ഥാനമായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ നിലപാടുകളാണ് ഈ ശരിയല്ലാത്ത നിലപാടുകൾ. ആ നിലപാടുകൾ തിരുത്തണമെന്നാണ് എനിക്ക് വെമ്പായ നസീറിനെ പോലെയുള്ള ഈ LDFന്റെ ഘടകകക്ഷികൾ നേതാക്കന്മാരോട് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് ശ്രീ വെമ്പായ നസീർ, ഇവിടെ എന്തായാലും അങ്ങ് പറഞ്ഞല്ലോ ഒരു കാര്യം, വളരെ ചുരുക്കി പറയുക, ഈ രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ സമരം നടത്തണ്ടേ? ആദ്യം നിങ്ങൾ സമരം നടത്തി. പിണറായി വിജയൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥരെ വളഞ്ഞു വെച്ചു, അവർ സഞ്ചരിച്ച കാറ് അത് തകർത്തു, ചീമുട്ട എറിഞ്ഞു തുടങ്ങിയ സമര പരിപാടികൾ നിങ്ങൾ നടത്തി. അപ്പോൾ 29-ാം തീയതി കൊച്ചിയിൽ സമാനമായ സമര പരിപാടികൾ, ചീമുട്ടയും അതേപോലെ തന്നെ ഇഷ്ടികയും ഒക്കെയായി വലിയ വൻമതിൽ തീർത്ത് EDക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നുണ്ടോ ശ്രീ വെമ്പായ നസീർ? ഇവിടെ ഫസ്റ്റ് ഈ CMRLന്റെ വക്കീല് സിദ്ധാർത്ഥ് ലോത്ര വാദിച്ചത് പ്രത്യേകം നമ്മളെ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ പണമിടപാട് മാത്രമാണ് നടന്നിട്ടുള്ളത്. കള്ളപ്പണം, അഴിമതി, കയ്യൂലി മറ്റു ഒന്നും നടന്നിട്ടില്ല എന്നാണ് CMRLന്റെ വക്കീൽ വാദിച്ചത്. അത് പിന്നീട് ശരിവെച്ചിട്ടുണ്ട്. പിന്നെ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AR സുന്ദരേശൻ സാറ് പറഞ്ഞത് അറിയാമോ? ഒരു നിമിഷം പോലും സ്റ്റേ കൊടുക്കാൻ പാടില്ല, ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. അതൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ വന്നതാണ്. അപ്പൊ ഇതിൽ തെളിവൊന്നുമില്ല. പിന്നെ BJP നേതാവായിട്ടുള്ള രാധാകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, BJP നേതാക്കള് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള കള്ളപ്പണവും ഒഴുക്കലും മറ്റ് അഴിമതിയും ഒക്കെ അന്വേഷിക്കാനും അത് പുറത്തു കൊണ്ടുവരാനും നിങ്ങളുടെ BJP കീഴിൽ പ്രവർത്തിക്കുന്ന BJP നേതാക്കൾ നിയന്ത്രണം കൊടുക്കുന്ന SFIക്കും അതുപോലെ EDക്കും ഓർഡർ കൊടുക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യവും BJP നേതാക്കൾ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള അഴിമതി. സമയം അവസാനിക്കുന്നു. വളരെ പെട്ടെന്ന് രാധാകൃഷ്ണ മേനോൻ, ഇതൊന്നും കള്ളപ്പണമല്ല എന്ന് CMRLന്റെ വക്കീൽ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നു. അഴിമതിയില്ലാതെ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന് രാജ്യം മുഴുവൻ തുടർച്ചയായി കിട്ടുന്ന സ്വീകാര്യത